ഇരിങ്ങപ്പുറം തന്നെയാണ് ഇതിൻ്റെ തുടക്കം. ഞാൻ പഠിച്ചത് ALP സ്കൂളാണ്, കൊല്ലൻ്റെ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ഈ പത്രവായനയിലേക്ക് ഞാൻ വരുന്നത്, ഒരു റീഡിങ്ങിലേക്ക് വരുന്നത് അവിടുത്തെ ഒരു മാഷിൻ്റെ ഒരു സ്വാധീനം ഉണ്ട് അതിൽ. ഈ സ്കൂളിൽ അസംബ്ലി ഉണ്ടാകുമ്പോൾ ഈ അസംബ്ലിയിൽ ന്യൂസ് റീഡിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ന്യൂസ് റീഡിങ്ങിൽ ഞങ്ങൾ വാർത്തകൾ പോയി വായിക്കും. അന്ന് എൻ്റെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്. വീട്ടിൽ വരുത്തുന്നതല്ല, വീടിനോട് ചേർന്നിട്ട് അമ്മയുടെ ആങ്ങളയ്ക്ക് ഒരു കട ഉണ്ട്, അവിടെ മനോരമ പത്രം വരുത്തുന്നുണ്ട്. പക്ഷെ വാർത്തകൾ എടുക്കാനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് അന്ന് എക്സ്പ്രസ് പത്രം ഉണ്ടായിരുന്നു. എക്സ്പ്രസ്സിന് അപ്പുറത്തെ സുബ്രേട്ടൻ്റെ ചായപ്പീടിയിൽ എക്സ്പ്രസ് ഉണ്ട്. എക്സ്പ്രസ്സിന് ഗുണം എന്താ വെച്ചാൽ ചെറിയ വാർത്തകളുണ്ടാവും, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ചെറിയ വാർത്തകൾ അതിലുണ്ട്. മലയാളികളൊക്കെ വലിയ വാർത്തകളല്ലേ, അവിടെ പോയിട്ട് എഴുതിയെടുത്തിട്ടാണ് കൊണ്ടുപോകുക. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ന്യൂസ് റീഡിങ്ങിൽ ഇങ്ങനെ വാർത്തകളൊക്കെ അവിടെ അസംബ്ലിയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് മാഷ്, പ്രമകുളത്തെ ആണ് വീട്, മാഷ് 2 വർഷം മുമ്പ് മാഷ് മരിച്ചു. അപ്പോൾ ഈ മാഷ് കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളിന്ന് വാർത്തകളൊക്കെ വായിച്ചു, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ വിമാനം വന്ന് പാകിസ്ഥാൻ റാഞ്ചിയ ഒരു ദിവസമായിരുന്നു. ആ വാർത്ത എല്ലാ പത്രങ്ങളിലും ഉണ്ട്. നമ്മൾ ഈ വലിയ വാർത്തയോടെ അത് ഒഴിവാക്കി നമ്മൾ ചെറിയ വാർത്തകളിലേക്ക് പോയിട്ടുള്ളതാണത്. അപ്പോൾ ഈ മാഷ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മാഷ് ഇങ്ങനെ പത്രം വായിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും എല്ലാ വാർത്തയും നിങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും പത്രമുണ്ട്. അന്ന് എല്ലാ വീട്ടിലും അങ്ങനെ അത്ര കോമൺ ആയിട്ട് പത്രം വരുത്തുന്നൊരു സ്ഥിതിയല്ല. എൻ്റെ വീട്ടിൽ സ്ഥിതി ഉണ്ടായിട്ടല്ല, ഈ കട ഉള്ളത് കൊണ്ടാണ് ഈ പത്രം വരുത്തുന്നത്. അപ്പം ഞാൻ ഈ മനോരമ ഗംഭീരമായിട്ട് വായിക്കാൻ തുടങ്ങി. ഇപ്പം ചിലപ്പോൾ ആലോചിച്ച് ചിരി വരും. ഈ ആഴ്ചക്കുറിപ്പുകൾ, ശ്രീലൻ ഒക്കെ കൊണ്ട് ഭയങ്കര കയജുമാരാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ എനിക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ, നിയമസഭാവലോകനങ്ങൾ, പിന്നെ തരംഗങ്ങളിൽ പണിച്ചി, അതൊന്നും എനിക്ക് അറിയില്ല. ക്രിക്കറ്റ് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ക്രിക്കറ്റൊക്കെ ഇരുന്ന് വായിക്കും. അങ്ങനെ സത്യത്തിൽ അതാണ് മാഷാണ് എന്നെ സത്യത്തിൽ ഈ ഒരു പത്രത്തിൻ്റെ ഒരു വായനയിലേക്ക്, പത്രത്തിനോടുള്ള ഒരു അടുപ്പത്തിലേക്ക് എൻ്റെ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് അത് ഇരിങ്ങപ്പുറത്തുനിന്നാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.